ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 35. അച്യുത പ്രതിത പ്രാണ പ്രാണതോ വാസവാനുജ അപാം നിധിരധിഷ്ഠാന അപ്രമത്ത പ്രതിഷ്ഠിത. അച്യുത പ്രതിത പ്രാണ പ്രാണതോ വാസവാനുജ അപാംനിധിരധിഷ്ഠാന അപ്രമത്ത പ്രതിഷ്ഠിത. ഈ ശ്ലോകത്തില് 9 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമമാണ് അച്യുതഃ. ഇത് 100ാമത്തെ നാമമായിട്ട് വന്ന നാമമാണ്. വീണ്ടും പറയുകയാണ് അച്യുതഃ. അപ്പൊ ഇവിടെ വേറെ അർത്ഥത്തിലാണ് ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത്. ഷഡ്ഭാവ വികാരശൂന്യത്വാത് നച്യുതിഹി അസ്യ ഇതി അച്യുതഃ. നച്യുതി നാശമില്ലാത്തവൻ അച്യുതൻ. ഷഡ്ഭാവ വികാരശൂന്യത്വം, ഈ 6 ഭാവങ്ങളും ഭഗവാനിൽ ഇല്ല. ഏതെല്ലാമാണ് ഈ 6 ഭാവം എന്ന് പറയുന്നത്? അസ്ഥി, ജായതേ, വർദ്ധതേ, വിവരണതേ, അപക്ഷീയതേ, വിനിശ്യതി. അപ്പോള് ഈ ലോകത്തിൽ ഉണ്ടായ സർവ വസ്തുക്കൾക്കും ഈ 6 ഭാവങ്ങൾ ബാധകമാണ്. സ്ഥൂലമായിട്ടാണെങ്കിലും സൂക്ഷ്മമായിട്ടാണെങ്കിലും അത് സംഭവിക്കുന്നു. ഇപ്പൊ അസ്ഥി എന്നാല് ഒരു വസ്തു ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് അത് ജായതേ ജനിക്കുന്നു. അപ്പൊ ആദ്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നു, പിന്നീട് പുറത്തേക്ക് വരുമ്പോഴാണ് ജനിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? വർദ്ധത, വളരുന്നു. പിന്നീട് വിവരണത, പല പരിണാമങ്ങളും അവിടെ സംഭവിക്കുന്നു. അപ്പൊ ഒരു വസ്തുവും ജനിച്ചതുപോലെ ഇരിക്കുന്നില്ല എന്ന് സാരം. ഓരോ സെക്കൻഡിലും ഓരോ വസ്തുവും പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് വിവരണത എന്ന് പറഞ്ഞത്. പിന്നീട് അപക്ഷീയത, ക്ഷയിക്കുന്നു. പിന്നീട് വിനിശ്യതി, മരിക്കുന്നു. ഇങ്ങനെയാണ് 6 ഭാവങ്ങൾ. അപ്പൊ ഈ 6 ഭാവങ്ങൾ മാറ്റമുള്ളതാണ്. സ്ഥൂല ശരീരങ്ങളെല്ലാം ഇതില് ഭവിക്കുന്നുണ്ട്. എന്നാൽ ഭഗവാന് ഈ പറഞ്ഞ 6 ഭാവങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനം ച്യുതിയും ഭഗവാനില്ല എന്ന് സാരം. അതുകൊണ്ട് ഭഗവാന് നാമം അച്യുതഃ. എപ്പോഴും ഉള്ളവൻ, എപ്പോഴും ഒരുപോലെ ഉള്ളവൻ എന്നർത്ഥം. ഭഗവാൻ ആത്മസ്വരൂപനാണ് എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാന് നാമം അച്യുതഃ. ഇനി അടുത്തത് പ്രതിതഃ. പ്രതിതഃ എന്ന് വെച്ചാൽ പ്രഖ്യാതഃ, എല്ലാവരെയും അറിയപ്പെടുന്നവൻ, എല്ലാവരാലും അറിയപ്പെടുന്നവൻ. പ്രഖ്യാതഃ. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് ജഗത് ഉൽപത്യാദി കർമ്മഭിഃ പ്രഖ്യാതഃ ഇതി പ്രതിതഃ. ജഗത്തിന്റെ ഉൽപത്യാദി കർമ്മം, ഉൽപ്പത്തി, സ്ഥിതി, ലയം, ഈ 3 കർമ്മങ്ങൾ നടത്തുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഫേമസ് ആണെന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ ഭഗവാന് നാമം പ്രതിതഃ. അടുത്തത് പ്രാണഃ. ഇത് നമ്മൾ നേരത്തെ കണ്ട നാമമാണ്. ഇനി ഇത് വീണ്ടും ആവർത്തനം വരുന്നുണ്ട്. 407ാമത്തെ നാമമായിട്ട് വീണ്ടും ആവർത്തനം വരുന്നുണ്ട്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് പ്രാണഃ എന്നുള്ളതിന് സൂത്രാത്മന പ്രജാഃ പ്രാണയതിഃ ഇതി പ്രാണഃ. ഇവിടെ സമഷ്ടി പ്രാണൻ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്.
ലോകത്തിലുള്ള വായുവിനെയാണ് ഇവിടെ പ്രാണശബ്ദം കൊണ്ട് പറയുന്നത്. അതാണ് സൂത്രാത്മനാ പ്രജാഹ. സമഷ്ടി പ്രാണനെയാണ് ഈ സൂത്രാത്മനാ പ്രജാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രാണ ഇതിഹി ഇതി പ്രാണഹ. പ്രജാഹ എന്ന് വെച്ചാല് ലോകത്തിൽ ജനിച്ചവരെല്ലാം പ്രജകളാണ്. അതായത് മനുഷ്യന്മാരും ജന്തുക്കളും പക്ഷികളും മാത്രമല്ല, വൃക്ഷങ്ങളും ജനിച്ചവയിൽ ഉൾപ്പെടുന്നതാണ്. അതിനും ജീവനുള്ളത് കൊണ്ടല്ലേ അത് വളരുന്നത്. അപ്പൊ ജനിച്ചവരുടെ പ്രാണനെ പ്രാണയതി ചലിപ്പിക്കുന്നു, നിലനിർത്തുന്നു, ജീവിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഇത് പ്രാണഹ, അതുകൊണ്ട് ഭഗവാന് പ്രാണഹ എന്ന് നാമം. അപ്പം സമഷ്ടി സ്ഥൂല ശരീരത്തിനെയാണ് വിരാട് എന്ന് പറയുന്നത് പോലെ സമഷ്ടി പ്രാണന് കൊടുക്കുന്ന പേരാണ് ഇവിടെ സൂത്രാത്മാ. സൂത്രം എന്നാല് നൂലെന്നാണ് അർത്ഥം. ഒരു മാലയിലെ എല്ലാ മണികളിലും കയറി ഇറങ്ങുന്നത് പോലെ എങ്ങനെയാണോ നൂലുണ്ടെങ്കിൽ മാത്രമേ ആ മാല നിലനിൽക്കുകയുള്ളൂ, ഇല്ലേ? അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഭഗവാനാകുന്ന നൂലിൽ കോർത്തിരിക്കുന്നു. ഇവിടെ ഭഗവാൻ ഏത് രൂപത്തിലുള്ള നൂലായിട്ടാണ് പറയുന്നത്? പ്രാണനാകുന്ന നൂലായിട്ട്. ഭഗവാൻ ഈ ലോകത്തെ തന്നിൽ ധരിക്കുന്നത് പ്രാണനാകുന്ന നൂലായിട്ട്. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ എന്നവിടെ പറയുന്നുണ്ട്. മൈ എന്നിൽ സർവമിതം പ്രോതം, ഈ കാണുന്നത് മുഴുവനും എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? സൂത്രേ മണിഗണ ഇവ. ഒരു മാല കെട്ടുമ്പോൾ ആ രത്നങ്ങൾ കോർക്കും പോലെ ഭഗവാനാകുന്ന ആ സമഷ്ടി പ്രാണനിൽ ലോകം മുഴുവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൂടെ പോകുന്ന പ്രാണൻ ഒന്ന് തന്നെ എന്ന് സാരം. അത് എന്നിലൂടെ കയറി ഇറങ്ങുന്ന പ്രാണൻ തന്നെയാണ് അടുത്ത ഒരാളുടെ കൂടെയും കയറി ഇറങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ എല്ലാവരുടെയും ഉള്ളിലൂടെ കയറി ഇറങ്ങി സൂക്ഷ്മമായിട്ട് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റത്തില്ലെങ്കിലും ആ വായു രൂപത്തിൽ നമ്മളെ എല്ലാം ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ഒരു നൂലിൽ കോർത്ത മാല പോലെ നമ്മളെ നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ സൂത്രാത്മാ എന്ന് പറയുന്നു. അപ്പൊ പ്രാണനായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിക്കുന്നു. ഇതുപോലെ ഉപനിഷത്തിലും പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് സൂത്രാത്മാവായിട്ട് അഥവാ പ്രാണനായിട്ട് എല്ലാവരുടെയും അന്തരാത്മാവായി എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഉപനിഷത്തിലും പറയുന്നുണ്ട്. അടുത്തത് പ്രാണദഹ. അപ്പം ഈ പ്രാണദഹ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെയാണ്. നേരത്തെ പ്രാണദഹ വന്നിട്ടുണ്ട്, വീണ്ടും ആവർത്തനം വരുന്നതാണ്. ഇനിയും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇത് 908-ാമത്തെ നാമമായിട്ട് വീണ്ടും ആവർത്തനം വരുന്നുണ്ട്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത്, സുരാണാം അസുരാണാം ച പ്രാണം സംഖ്യം ബലം ദദാതി ഇതി പ്രാണബല. ദേവന്മാർക്കും അസുരന്മാർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് ബലത്തെ കൊടുക്കുന്നവൻ, ബലം തന്നെയാണ് ഇവിടെ പ്രാണൻ എന്ന് അർത്ഥമാക്കുന്നത്. അപ്പൊ ദേവന്മാർക്കും അസുരന്മാർക്കും ശക്തിയെ കൊടുക്കുന്നവൻ ഭഗവാൻ. പാലാഴിമദനത്തിലെ ദേവന്മാർക്കും അസുരന്മാർക്കും അവര് പാലാഴി കടയുമ്പോൾ അവർ ക്ഷീണിച്ചപ്പോൾ ഭഗവാൻ തന്നെ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവർക്ക് ശക്തി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പ്രാണനെ കൊടുക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് നാമം പ്രാണദഹ. ഇനി അടുത്തത് വാസവാനുജഹ. ഇത് 322 നാമമാണ്. വാസവൻ എന്നാൽ ഇന്ദ്രനാണ്. അപ്പോൾ വാസവാനുജൻ, ഇന്ദ്രന്റെ അനുജൻ എന്നർത്ഥം. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു, അതിദിത്യാം കശ്യപാദ വാസവസ്യ അനുജോ ജാതക ഇതി വാസവാനുജഃ. അതിദിത്യ എന്നാല് അതിദിത്യ എന്ന് പറഞ്ഞാല് അതിഥി ദേവിയിൽ കശ്യപാദ്, കശ്യപ മഹർഷിക്ക് വാസവസ്യ അനുജഃ ജാതഃ, വാസവന്റെ അനുജനായിട്ട് ജനിച്ചു. അതുകൊണ്ട് ഭഗവാന് നാമം വാസവാനുജ. അപ്പൊ അനേക പത്നിമാരുണ്ട്. അതിൽ പ്രധാനിയാണ് ഈ അതിഥി ദേവി. ധാരാളം പത്നിമാരുള്ളതാണ് കശ്യപ പ്രജാപതിക്ക്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അതിഥി ദേവി. അപ്പൊ ദേവന്മാരുടെ മുഴുവൻ മാതാവാണ് ഈ അതിഥി ദേവി. ആ അതിഥി ദേവിക്ക് കശ്യപ പ്രജാപതിയിൽ നിന്ന് ഭഗവാൻ ഒരു പുത്രനായി ജനിച്ചു. നേരത്തെ നമ്മൾ കണ്ടതാണ് ആ നാമം, ഉപേന്ദ്രക എന്ന നാമം. അപ്പൊ ഉപേന്ദ്രൻ എന്നതും ഇന്ദ്രന്റെ അനുജൻ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ വാസവാനുജൻ എന്ന് പറഞ്ഞിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. വാമനനായിട്ട് ഭഗവാൻ അവതരിച്ചതിനെയാണ് ഇവിടെ വാസവാനുജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹാബലി ശക്തനായിട്ട് വന്ന് ദേവന്മാരുടെ ലോകങ്ങളെ എല്ലാം കീഴടക്കി, എന്നിട്ട് ഇന്ദ്രനെ തോൽപ്പിച്ച് ആ ദേവലോകം പിടിച്ചടക്കി എല്ലാ ലോകങ്ങളുടെയും ഭരണാധികാരിയായി തീർന്നു മഹാബലി. അങ്ങനെ അടക്കി ഭരിക്കുമ്പോൾ ഈ ദേവന്മാര് അനാഥരായി ജീവിക്കേണ്ടി വന്നു. കുറേ നാളവര് പ്രച്ഛന്നവേഷരായിട്ട് ഒളിവിൽ കഴിഞ്ഞു. ആ സമയത്ത് അതിഥി ദേവി സങ്കടപ്പെട്ടപ്പോൾ ഈ കശ്യപ പ്രജാപതി ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് ഒരു വ്രതം അതിഥി ദേവിക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് പയോവ്രതം. അങ്ങനെ ഭഗവാനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് പാല് ഭഗവാന് നേദിച്ച് ആ പാല് തന്നെ ഭക്ഷണമാക്കി 12 ദിവസം കഴിക്കാനാണ് പറഞ്ഞത്. അതായത് പ്രഥമ മുതല് ദ്വാദശി വരെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ് ഈ പയോവ്രതം. അത് നല്ല ഭക്തിയോടുകൂടി അതിഥി ദേവി ഭജിച്ചു. അങ്ങനെ ഭഗവാൻ 12ാം ദിവസം പ്രത്യക്ഷനായി അതിഥി ദേവിയുടെ മുന്നിൽ. അങ്ങനെ ഭഗവാൻ തന്നെ തൻ്റെ മകനായി ജനിക്കുമെന്ന് പറഞ്ഞ് അതിഥി ദേവിയെ അനുഗ്രഹിച്ചു. അപ്പൊ ആ അമ്മയുടെ ആഗ്രഹം ഭഗവാൻ മനസ്സിലാക്കി. അവർക്ക് അവരുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടതായ ലോകം വീണ്ടെടുത്തു കൊടുക്കണമെന്ന് ഭഗവാന് മനസ്സിലായി. അങ്ങനെ അതിഥി ദേവിയോട് പറയുകയാണ്, ഞാൻ തന്നെ അമ്മയുടെ പുത്രനായിട്ട് അവതരിച്ചു കൊള്ളാം, എന്നിട്ട് ഞാൻ അവരെ രക്ഷിച്ച് വേണ്ടത് ചെയ്തു തരാം. ഈ വിവരം അമ്മ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് രഹസ്യമായി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഭഗവാൻ തന്നെ അതിഥി ദേവിയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചു. അതാണ് വാമനമൂർത്തി. അങ്ങനെയാണ് വാമനമൂർത്തി ഒരു ബ്രാഹ്മണ വേഷത്തിൽ മഹാബലിയുടെ യാഗശാലയിൽ ചെല്ലുന്നതും ദാനമായിട്ട് 3 അടി മണ്ണ് ചോദിക്കുന്നതും മഹാബലി അഹങ്കാരത്തോടെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ ഞാനാണ് എന്ന ഭാവത്തിൽ ആ ബ്രാഹ്മണനായി വന്ന വാമനമൂർത്തിയോട്
ധിഖരിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പറയുകയാണ്, വെറും 3 അടി ചോദിക്കുകയോ, എൻ്റെ അടുത്ത് വന്ന് യാചിച്ച ശേഷം പിന്നെ ഒരിടത്ത് പോയി യാചിക്കാൻ ഇടയാകരുത്. അതെനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അങ്ങ് എന്തു വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. അങ്ങക്ക് എന്തു വേണമെങ്കിലും എടുത്തുകൊള്ളാൻ മഹാബലി ആ വീരവാദമൊക്കെ ആ ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താണ്? എൻ്റെ കാലുകൊണ്ട് അളക്കുന്ന 3 അടി മാത്രം മതി എനിക്ക്. അവസാനം ഭഗവാൻ 3 അടി അളക്കുവാൻ പോയപ്പോൾ 2 അടി കൊണ്ട് 14 ലോകവും അളന്ന് കാണിച്ചു കൊടുത്തു മഹാബലിക്ക്. അങ്ങനെ മഹാബലിക്ക് വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത്. അപ്പോഴാണ് മഹാബലിക്ക് മനസ്സിലായത് ഭഗവാൻ ആരാണെന്ന്. ഈ വാമന രൂപത്തിൽ വന്നിരിക്കുന്നത്, ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്നിരിക്കുന്നത് വാമനമൂർത്തിയാണെന്ന് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഈ വിശ്വത്തിൻ്റെ ഉടമസ്ഥനാണ്. ആ ഭഗവാനോടാണ് ഞാനാണ് ഈ ലോകത്തിൻ്റെ ഉടമസ്ഥനെന്ന് കളവ് പറഞ്ഞത്. അവിടെയാണ് മഹാബലിക്ക് തെറ്റുപറ്റിയത്. തൻ്റേതല്ലാത്ത ലോകത്തെ താനാണ് അതിൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മളും പറയാറുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ കഥകൾ മാത്രം പഠിച്ചു വയ്ക്കാതെ അതിൻ്റെ ആ തത്വം മാത്രം നമ്മൾ എടുക്കുക. അവസാനം അഹങ്കാരമെല്ലാം പോയി. മഹാബലിക്ക് ക്ഷമാപണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ വീഴുകയാണ്. താൻ 3 അടി കൊടുക്കാമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം ചെയ്തിരുന്നത് ഇന്നെനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ താൻ പറഞ്ഞ വാക്കിൽ സത്യമാക്കുവാൻ വേണ്ടി 3ാമത്തെ അടി എന്ന നിലയിൽ തല കുനിച്ചു കാണിക്കുകയാണ്. ആ അഹങ്കാരം പോകുമ്പോൾ മാത്രമേ നമ്മൾ മറ്റൊരുത്തരുടെ മുന്നിൽ തല കുനിക്കുകയുള്ളൂ. അപ്പൊ ആ തലയിൽ കാല് വെച്ച് അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ്. എന്നെ സത്യവാനാക്കണം, ഞാൻ പറഞ്ഞത് സത്യമായി ഭവിക്കണം എന്ന് മഹാബലി ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഭഗവാൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കിയത്. അത് വെറും കള്ളക്കഥയാണ്. ഒരു പുരാണത്തിൽ പോലും മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സകല പുരാണങ്ങളും എടുത്ത് വായിച്ചു നോക്കുക, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോന്ന്. അപ്പൊ മനുഷ്യര് എങ്ങാണ്ടോ പറഞ്ഞ് അത് കേട്ട് അത് നാട്ടിൽ മുഴുവനും പാട്ടായി തീർന്നു. ഗ്രന്ഥങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി വാമനമൂർത്തി എന്ന്. അഹങ്കാരമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ, ഭഗവാൻ വിശ്വരൂപം കാട്ടിക്കൊടുത്തപ്പോൾ, തൻ്റെ അഹങ്കാരം പോയി കഴിഞ്ഞപ്പോൾ താൻ തല കുനിച്ചു ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെ നിന്ദിക്കുന്ന രീതിയിൽ ആളുകൾ കഥകൾ ഉണ്ടാക്കി. ഭഗവാന്റെ കാരുണ്യത്തിന്റെ അവതാരമാണ് വാമനാവതാരം. സത്യത്തിൽ ഭഗവാന് മഹാബലിയെ വധിച്ചു കളയാമായിരുന്നു ഇല്ലേ? മഹാബലിയുടെ മുത്തച്ഛന്റെ അന്യനാണ് ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിന് മഹാബലിയുടെ 10 ഇരട്ടി ശക്തിയാണ് ഈ ഹിരണ്യകശിപുവിനുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നിഷ്പ്രയാസം ഭഗവാൻ വധിച്ചില്ലേ? എന്നാൽ മഹാബലിയെ വധിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? മഹാബലിയുടെ നന്മയെ ഭഗവാൻ മനസ്സിലാക്കി. മഹാബലിയുടെ ധർമ്മബോധം, സത്യബുദ്ധി, അതെല്ലാം ഭഗവാൻ അറിയാമായിരുന്നു. പക്ഷേ അറിവില്ലായ്മ മാത്രമാണ് മഹാബലിയിൽ നിക്ഷിപ്തമായിരുന്നത്.
ആ അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടായ അഹങ്കാരമാണ് മഹാബലിയിൽ നിക്ഷിപ്തമായത്. ആരാണ് ഈ ലോകത്തിന്റെ ഈശ്വരൻ എന്ന് മനസ്സിലാക്കാതെ താനാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് അഹങ്കരിച്ചു മഹാബലി. അപ്പൊ ഈ ലോകത്തിന്റെ ഈശ്വരൻ എന്നെ അറിയാൻ കഴിഞ്ഞില്ല മഹാബലിക്ക്. കാരണം മഹാബലി ശുക്രാചാര്യന്റെ ശിഷ്യനാണ്. അപ്പൊ ഈ ശുക്രാചാര്യര് നാസ്തികനാണ്. അദ്ദേഹം നാസ്തികന്മാരുടെ ആചാര്യനാണ്. അപ്പൊ ഈശ്വരൻ എന്നൊരു വാക്ക് അവർ പറയുകയില്ല. അവർക്ക് ധർമ്മം, അർത്ഥം, കാമം ഈ 3 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് മാത്രമേ അവർ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാബലി ഭഗവാന് വന്നപ്പോൾ ആരാണെന്ന് അറിയാൻ സാധിക്കാതെ പോയത്. അപ്പൊ ആ ഒരു ദോഷമായിരുന്നു മഹാബലിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മഹാബലി അഹങ്കാരിയായി തീർന്നത്. ആ അഹങ്കാരത്തെ ഭഗവാൻ മാറ്റിച്ചു കൊടുത്തു. ഭഗവാന്റെ ദർശനം കൊണ്ട് മഹാബലി നല്ല ഒരു വ്യക്തിയായി തീർന്നു. അപ്പൊ ഈ കഥകള് നമ്മൾ അറിഞ്ഞിരിക്കണം ഹിന്ദുക്കളായവര്. ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴേ ആളുകൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുവാൻ സാധ്യമാകും. അങ്ങനെ ഭഗവാന് നാമം വാസവാനുജഹ എന്ന് നാമം. ഇന്ദ്രന്റെ അനുജനായി വാമനനായിട്ട് അവതരിച്ചവൻ എന്നർത്ഥം. ഇനി അടുത്തത് അപാംനിധി. ഇവിടെ എന്നാൽ വെള്ളം എന്നാണ് അർത്ഥം. അതിൻ്റെ നിധി, വലിയ ജലാശയം. അത് സരസാകാം, സമുദ്രമാകാം, ഒരു കുളമാകാം, കിണറാകാം. ഇതെല്ലാം ജലത്തിൻ്റെ നിധിയാണ്. ഇവിടെ അർത്ഥം പറയുന്നത് ആപോ എത്ര നിധി എന്തേ സഹ അപി നിധിഹി ആപഹ. അപഹ എന്നാൽ ജലങ്ങൾ. എത്ര നിധി എന്തേ, എവിടെയൊക്കെ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നുവോ സഹ അപി നിധിഹി, അതിനെ ജലത്തിൻ്റെ നിധി എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഭഗവാന് സാഗരം തന്നെയാണ്. ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സരസാമസ്മി സാഗരഃ, ജലാശയങ്ങളിൽ ഞാൻ സാഗരമാണ്. അവിടെ പറയുന്നു സാഗരമാണ് എല്ലാ ജലത്തിൻ്റെയും സ്രോതസ്. അപ്പൊ സാഗരത്തിൽ നിന്നാണ് ജലം നീരാവിയായിട്ട് അത് ആ ജലം മുകളിലോട്ട് പൊങ്ങി മേഘങ്ങൾ ഉണ്ടാകുന്നതും ആ മേഘമാണ് പിന്നീട് ഘനീഭവിച്ച് മഴയായിട്ട് പെയ്യുന്നതും. അപ്പൊ ആ മഴയാണ് പിന്നീട് എല്ലാ നദികളുടെയും കുളങ്ങളിലെയും വന്നു ചേരുന്നത്. അവസാനം അത് വീണ്ടും സാഗരത്തിൽ ചെന്നു ചേരുന്നു. അപ്പോൾ സാഗരമാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് എല്ലാ വെള്ളത്തിൻ്റെയും ഉറവിടമായ സാഗരം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം അപാംനിധിഹി എന്ന് നാമം. ഇനി അടുത്തത് അധിഷ്ഠാനം, എല്ലാത്തിനും ആധാരമായിട്ടിരിക്കുന്നത്. ഇവിടെ അർത്ഥം പറയുന്നു അതിതിഷ്ഠതി ഭൂതാനി ഉപാദാന കാരണക്രിയ ബ്രഹ്മ ഇതി അധിഷ്ഠാനം. ഉപാദാന കാരണക്രിയ എന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്,
ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്വർണമാലയാണെങ്കിൽ അതിൻ്റെ ഉപാദാന കാരണമെന്ന് പറയുന്നത് എന്താണ്? സ്വർണമാണ്. ആ മാലയുടെ സ്വർണമാണ് ഉപാദാനം. അപ്പൊ ആ സ്വർണം ആ മാലയുടെ അധിഷ്ഠാനമാകുന്നു. ആ സ്വർണമാലയിൽ വ്യാപിച്ചിരിക്കുന്നത് സ്വർണം എന്ന അധിഷ്ഠാനമാണ്. ആ സ്വർണം എന്ന അധിഷ്ഠാനം ഇല്ലെങ്കിൽ അവിടെ മാലയുണ്ടോ? മാലയില്ല. അപ്പം സ്വർണമാലയിൽ നിന്ന് ആ സ്വർണത്തെ നീക്കം ചെയ്തു നോക്കിയാൽ ആ മാല അവിടെ ഇല്ല. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനം ഭഗവാനാണ്, ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഉപാദാന കാരണം ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നീക്കിയാൽ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിന് സദ്ഭാവം കൊടുക്കുന്നത് ഭഗവാനാണ്. നമ്മൾ ഈ ലോകത്തിൽ പല കാര്യവും പറയാറില്ലേ, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതുണ്ടെന്നുള്ള ഉണ്മ അത് ഭഗവാന്റേതാണ്. അപ്പൊ ഉപാദാന കാരണക്രിയ ബ്രഹ്മ ഇതി അധിഷ്ഠാനം. അപ്പൊ ബ്രഹ്മം തന്നെയാണ് ഈ അധിഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ കാരണം ബ്രഹ്മം തന്നെയാണ്. ഏന ജാനാതി ജീവന്തി എന്ന് വേദം പറയുന്നുണ്ട്. ഈ ഉണ്ടായ ലോകങ്ങളെല്ലാം നിലനിൽക്കുന്നത് ആ വസ്തു ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഇവിടെ അധിഷ്ഠാനം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാന് നാമം അധിഷ്ഠാനഃ. അടുത്തത് അപ്രമത്തഃ, പ്രമാദമില്ലാത്തവൻ. അധികാര്യ കർമാനുരൂപം ഫലം പ്രയച്ഛൻ ന പ്രമാദ്യതി ഇതി അപ്രമത്തഃ. അധികാര്യഭഗ കർമാനുരൂപം ഫലം പ്രയച്ഛൻ ന പ്രമാദ്യതി ഇതി അപ്രമത്തഃ. ന പ്രമാദ്യതി എന്നാൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്തുന്നില്ല. വളരെ ജാഗ്രതയോടു കൂടിയവനാണ് ഭഗവാൻ. ഒരു വിധത്തിലുമുള്ള വീഴ്ചയും ഭഗവാനിലില്ല. അതുകൊണ്ട് ഭഗവാന് നാമം അപ്രമത്തഃ. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടാണ് അധികാര്യഭഗ കർമാനുരൂപം ഫലം പ്രയച്ഛൻ ന പ്രമാദ്യതി. ഓരോരുത്തരുടെയും അർഹതയ്ക്കനുസരിച്ച് അവരവരുടെ കർമ്മത്തിന്റെ ഫലത്തെ നൽകുന്നു ഭഗവാൻ. അതിന് യാതൊരു വീഴ്ചയും വരുത്തുന്നില്ല. ആരെന്ത് ഫലം ചെയ്തുവോ അവർക്ക് അതിൻ്റെ ഫലം കൊടുത്തിരിക്കും. എന്നാൽ ഏത് സമയത്ത് ഏത് കാലത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വേഗത്തിൽ കൊടുക്കേണ്ടത് വേഗത്തിൽ കൊടുക്കും, കുറച്ച് കഴിഞ്ഞു കൊടുക്കേണ്ടത് കുറച്ച് കഴിഞ്ഞു കൊടുക്കും. ആർക്ക് കൊടുക്കണം, എവിടെ വെച്ച് കൊടുക്കണം, അതെല്ലാം ഭഗവാന് ഒരു നിഷ്ഠയുണ്ട്. ഭഗവാന് ആളൊന്നും മാറിപ്പോകുകയില്ല. നമുക്കേ ഉള്ളൂ ആളൊക്കെ മാറിപ്പോകുന്നത്. ഭഗവാന് അങ്ങനൊന്നും തെറ്റുപറ്റുകയില്ല. ഒരാൾ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലം അയാൾക്ക് തന്നെ വന്നു ചേരും, വേറൊരാൾക്ക് ചെന്ന് ചേരുകയില്ല. എങ്ങനെയാണോ നമ്മൾ അഗ്നിയിൽ തൊട്ടാൽ പൊള്ളും ഇല്ലേ, എന്നാൽ അഗ്നി വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുന്നത്. തീ തൊട്ടാൽ ഉടനെ പൊള്ളുന്നത് പോലെയാണ് അഗ്നി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്താൽ ആ ഫലം നമ്മൾക്ക് പുറപ്പെടുകയായി. ആ ഫലം നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സാരം. എപ്പോഴാണോ ആ ഫലം നമ്മുടെ അടുക്കൽ എത്തേണ്ടത് അപ്പം ആ ഫലം എത്തിയിരിക്കും. അതിൻ്റെ നിയന്താവ് ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ട് ഭഗവാന് നാമം അപ്രമത്തഃ. അടുത്തത് പ്രതിഷ്ഠിതഃ.
ഇവിടെ അർത്ഥം പറയുന്നു, സ്വേ മഹിമീ സ്ഥിതിഹ ഇതി പ്രതിഷ്ഠിതഃ. പ്രതിഷ്ഠിതഃ എന്നാൽ നല്ല ഉറപ്പുള്ളവൻ. ഭഗവാൻ ആരുടെയെങ്കിലും സപ്പോർട്ട് വേണോ ഭഗവാൻ ഇരിക്കാൻ? ആരുടെയും സപ്പോർട്ട് വേണ്ട. നമുക്കൊക്കെയാണ് സപ്പോർട്ട് വേണ്ടത്. അതാണ് പറഞ്ഞത്, സ്വയം മഹിമീസ്ഥിത, സ്വന്തം മഹിന്മാവിൽ സ്ഥിതി ചെയ്യുന്നു. വേറൊരാളിൻ്റെ കാലിനെ ആശ്രയിക്കേണ്ടി അവനല്ല ഭഗവാൻ. അങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളല്ല ഭഗവാൻ. എന്നാൽ ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാവർക്കും അധിഷ്ഠാനം ഭഗവാൻ മാത്രമാണ്. എല്ലാവരും ഭഗവാന്റെ സപ്പോർട്ട് കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഭഗവാൻ സ്വയം സപ്പോർട്ടാണ്, സ്വയം മഹിമാവാണ്. അപ്പൊ സ്വന്തം മഹിന്മാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവാൻ. ചാന്ദ്രോക്യോപനിഷത്തില് നാരദ മഹർഷി സനൽകുമാരന്മാരോട് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമാവായ ബ്രഹ്മം എന്തിലാണ് നിലനിൽക്കുന്നത്? അപ്പോൾ ആ സനൽകുമാരന്മാര് മറുപടി പറയുന്നുണ്ട്, സ്വേ മഹിന്നി എന്ന്. ഭഗവാന്റെ തന്നെ മഹിന്മാവിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അങ്ങനെയുള്ള ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ നാമം പ്രതിഷ്ഠിത. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 36. സ്കന്ദസ്കന്ദധരോ ദൂര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര. സ്കന്ദസ്കന്ദധരോ ദൂര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര. ഇതില് 9 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമമാണ് സ്കന്ദഹ. ഇത് സ്കന്ദഹ എന്നുള്ള ദകാരം 3ാമത്തേതാണ്, മൃദുവായത്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിക്കും സ്കന്ദഹ എന്ന് പേരുണ്ട്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത്, സ്കന്ദതി അമൃതരൂപേണ സ്രവതി, അല്ലെങ്കിൽ വായുരൂപേണ ശോഷ ഇതിവ. ഇത് സ്കന്ദഹ. ഇവിടെ 2 അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് സ്കന്ദത്തിന്. അപ്പൊ സ്കന്ദ എന്ന ധാതുവിന് സ്കന്ദതി എന്ന ക്രിയാരൂപം. ആ ക്രിയാരൂപത്തിനാണ് ശ്രവിക്കുക, ശോഷിപ്പിക്കുക എന്ന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിട്ട് ഇവിടെ ശ്രവിക്കുന്നു? അമൃതരൂപേണ സ്രവതി, അമൃതരൂപത്തിൽ പ്രവഹിക്കുന്നവൻ. മറ്റൊരർത്ഥം പറഞ്ഞത് എന്താണ്? വായുരൂപേണ ശോഷയിരിവ. ഇത് സ്കന്ദഹ. വായുരൂപത്തിൽ പ്രകൃതിയിലുള്ള വസ്തുക്കളെ ഉണക്കുന്നു എന്ന് വെച്ചാൽ അതിലുള്ള ജലാംശത്തെ എല്ലാം വറ്റിച്ച് ഉണക്കുന്ന ധർമ്മമാണ് വായു ചെയ്യുന്നത്. അപ്പൊ കാറ്റടിക്കും തോറും ഏത് വസ്തുവിലുമുള്ള ആ ജലാംശം അത് ശോഷിച്ച് ആ വസ്തു ഉണങ്ങിയതായി മാറും. അപ്പൊ വായുവിന്റെ പ്രഭാവം കൊണ്ട് ശോഷണം ഉണ്ടാകുന്നു. ജലതത്വത്തിലുള്ള വസ്തുവിനെ എന്നിട്ട് ആർദ്രമാക്കുന്നു. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാല് ഭഗവാൻ അമൃതരൂപേണ സ്രവതി, അമൃതരൂപത്തിൽ പ്രവഹിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ നാമം സ്കന്ദഹ. അപ്പൊ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപമായിട്ട് ആനന്ദരൂപനായിട്ട് പ്രവഹിക്കുന്നു. ആത്മാവിന്റെ സ്വരൂപം തന്നെ എന്താണ്? ആനന്ദമാണ്. അപ്പൊ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുന്നത് സത്യജ്ഞാനമനന്തം ബ്രഹ്മ. അത് തന്നെയാണ് ആത്മാവിന്റെ ലക്ഷണവും. എന്നാൽ ചോദിക്കും, നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ അജ്ഞാനത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഒക്കെ വന്നു ചേരുന്നതാണ് ആ ദുഃഖം. ഭഗവാന്റെ ദോഷം കൊണ്ടുണ്ടാകുന്നതല്ല. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആനന്ദ സ്വരൂപനായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതെന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ അജ്ഞാനം കൊണ്ട്, നമ്മളെ അറിയാതെ അഹങ്കരിച്ചു കൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തി ദോഷങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ദുരിതം അനുഭവിക്കുന്നു. അപ്പൊ ഈ അഹങ്കാരവും അജ്ഞാനവുമാണ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കാതെ വരുന്നത്. അടുത്തത് സ്കന്ദധരഃ. ഇവിടെ സ്കന്ദം എന്ന പദത്തിന് ധർമ്മം എന്നാണ് അർത്ഥം. ധർമ്മപദം ധാരയതേതി ഇതി സ്കന്ദധരഃ.
ആ ധർമ്മരൂപത്തെ ധരിക്കുന്നവൻ, ധരിപ്പിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ നമ്മളെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുന്നവൻ ആരാണ്? ഭഗവാൻ. യഥാർത്ഥമായ സുഖം ലഭിക്കണമെങ്കിൽ ധർമ്മമാർഗത്തിലൂടെ നാം സഞ്ചരിക്കണം. അപ്പൊ തെറ്റായ മാർഗത്തിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ ദുഃഖ പരമ്പരകളായിരിക്കും നമ്മെ തേടി വരുന്നത്. ആ ഹൃദയത്തിന് സ്വസ്ഥത വേണമെങ്കിൽ എന്താണ്? നാം നിഷ്കളങ്കരായിരിക്കണം. ഭഗവാൻ ധർമ്മരക്ഷകനാണ്. അതുകൊണ്ട് ഭഗവാൻ നാമം സ്കന്ദധരഃ. ഇനി അടുത്തത് ദുര്യഃ. ഇത് 329 നാമമാണ്. ഇവിടെ അർത്ഥം പറയുന്നത് ദുരം വഹതി സമസ്തഭൂതജന്മാതി ലക്ഷണാം ഇത് ദുര്യഃ. ദുരം വഹതി, ദുരം എന്ന് വെച്ചാൽ ഇവിടെ ഭാരം എന്നർത്ഥം. അപ്പൊ ഭാരത്തെ വഹിക്കുന്നവൻ ദുരം. ഇവിടെ ഭഗവാന് ഏത് ഭാരത്തെയാണ് വഹിക്കുന്നത്? സമസ്തഭൂത ജന്മാതി ലക്ഷണം, സമസ്ത ഭൂതങ്ങളുടെയും ജന്മാതി ലക്ഷണം ദുരമാണ്, അഥവാ ഭാരം വഹിക്കുന്നവൻ ഭഗവാൻ. ജന്മാതി ലക്ഷണം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി ലയ, ഇത് മൂന്നും ബ്രഹ്മ വിഷ്ണു രുദ്രരൂപത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം ദുര്യഃ. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഇത് വല്ലതും ഭാരമാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഭഗവാന് ഭാരമല്ല. ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണെന്ന് മാത്രം. അപ്പൊ ഇതൊന്നും ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് എങ്ങനെയാണോ സ്വർണം ആഭരണത്തിന്റെ ഭാരം വഹിക്കുന്നത്, എങ്ങനെയാണോ നൂല് വസ്ത്രത്തിന്റെ ഭാരം വഹിക്കുന്നത്, അതുപോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാരം വഹിക്കുന്നു. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സ്വർണത്തിന് ആഭരണം ഒരു ഭാരമാണോ? കാരണം ആഭരണം എന്ന വസ്തു അവിടെ ഉണ്ടോ? ഇല്ല, അല്ലേ? ആകെ ഉള്ളത് എന്താണ്? ആ സ്വർണമാണ്. സ്വർണം സ്വർണത്തെ തന്നെയാണ് വഹിക്കുന്നത്, മറ്റൊരു അന്യ വസ്തുവിനെ അല്ല എന്ന് സാരം. അപ്പൊ ആഭരണമോ? ആഭരണം എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിച്ച ഒരു പേരാണ്. അതുപോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ച രൂപത്തിൽ വഹിക്കുന്നത്. ഭഗവാൻ പ്രപഞ്ചത്തിന്റെ വിശ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ഈ പ്രപഞ്ചം ഒരു ഭാരമല്ല. എങ്കിലും നമ്മളുടെ തലത്തിൽ നിന്നുകൊണ്ട് പേര് കൽപ്പിച്ചതാണ് ഭാരവാഹി എന്ന്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ തലയെ ചുമക്കുകയാണ്. നമ്മുടെ തല എപ്പോഴെങ്കിലും നമുക്ക് ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ കൈകൾക്ക് ഇല്ലല്ലോ. നമുക്ക് അത് എപ്പോഴാണ് ഭാരമായിട്ട് തോന്നുന്നത്? നമ്മളിൽ നിന്ന് അന്യമാണെന്ന് കരുതുമ്പോൾ നമുക്കത് ഭാരമായിട്ട് തോന്നും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, അതിനെ കുറച്ചു നേരം നമ്മളൊന്ന് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഭാരം തോന്നും, അല്ലേ? നമുക്ക് ഭാരം സഹിക്കാൻ വയ്യാതെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ താഴെ കിടത്തും. അപ്പം അത് നമുക്ക് ഭാരം തോന്നി. നമ്മുടെ തല എത്ര കാലം വേണമെങ്കിലും നമുക്ക് ചുമന്നുകൊണ്ട് നടക്കാം, നമുക്ക് ഭാരമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഭഗവാനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം ഒരു ഭാരമല്ല. ഇനി അടുത്തത് വരദഃ. ഇത് 330 നാമമാണ്. ഇവിടെ അർത്ഥം പറയുന്നത് വരാൻ ദദാതി, വരങ്ങളെ ദാനം ചെയ്യുന്നവൻ. ഇവിടെ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് അഭിമതാം വരാൻ ദദാതീതി ഇതി വരദഃ. മറ്റൊരു അർത്ഥം പറയുന്നത് വരദക്ഷിണാം ദദാതി യജമാനരൂപേണ ഇതി വരദഃ. അഭിമതാം വരാൻ ദദാതീതി ഇതി വരദഃ. അഭിമതങ്ങളായ വരങ്ങളെ നൽകുന്നു, അതുകൊണ്ട് ഭഗവാൻ വരദഃ. അതായത് ഇഷ്ടമുള്ള വരങ്ങളെ നൽകുന്നവൻ വരദൻ. ഭഗവാന് നമ്മൾ എന്ത് വരം ചോദിച്ചാലും ഒരു പ്രയാസവും കൂടാതെ ആ വരം നൽകും. കാരണം എന്താണ്? ഭഗവാൻ സർവശക്തനാണ്. ഭഗവാന്റെ കൈകളെ തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ ഏതു വരവും നൽകാൻ ശക്തിയുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഭഗവാൻ ആ വരം നൽകുന്നത്? നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് മാത്രമേ നമുക്ക് വരം ലഭിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും താല്പര്യമോ ആരോടെങ്കിലും ഇഷ്ടം കൊണ്ടോ ഒന്നും നേടാവുന്നതല്ല ഭഗവാന്റെ വരങ്ങൾ എന്ന് സാരം. അപ്പം മനുഷ്യരെയൊക്കെ നമുക്ക് വശീകരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കും. എന്നാൽ ഭഗവാന്
ഒരു കള്ളത്തരത്തിൽ കൂടിയും ഭഗവാനെ വശീകരിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ ഭഗവാനെ വശീകരിക്കാനുള്ള വഴികൾ ഏതാണ്? ജ്ഞാനം, ഭക്തി, ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി, നിഷ്കളങ്കമായ ഭക്തി, പൂർണ്ണമായ സമർപ്പണ ബോധം, നല്ല തത്വജ്ഞാനം, ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ ഭഗവാൻ എളുപ്പം പ്രസാദിക്കും. ഭഗവത്ഗീതയിൽ കൂടി നമ്മളെ അറിയിക്കുന്നുണ്ട്, എനിക്ക് എല്ലാവരും സമന്മാരാണ്, ആരോടും പ്രത്യേകമായിട്ട് ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും എനിക്കില്ല, എങ്കിലും എനിക്ക് ഭക്തി ഉള്ളവരെയും ജ്ഞാനമുള്ളവരെയും എനിക്ക് അവർ പ്രിയപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ അവർക്ക് നല്ല യോഗ്യത ഉള്ളത് കൊണ്ടാണ് ഭഗവാനോട് അടുത്തിരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഭഗവാനോട് അടുത്തിരിക്കുന്നവർ ഭഗവാന്റെ തത്വം ശരിക്കും മനസ്സിലാക്കിയവരാണ്. അവരുടെ പ്രവൃത്തിയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ സകല ജീവരാശികളോടുമുള്ള സ്നേഹം കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. കാരണം എന്താണ്? എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവ് ഭഗവാനാണ്. പിന്നെ ആരെ വെറുക്കാനാണ്? എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ മഹത്തുക്കളായ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. ഭഗവാനോടുള്ള ഭക്തി അത് സകല ചരാചരങ്ങളോടുമുള്ള പ്രേമമാണ്. ഭഗവാനോട് ഭക്തിയുണ്ട്, എന്നാൽ സകല ചരാചരങ്ങളോടും അവജ്ഞയാണെങ്കിൽ അവര് ഉത്തമ ഭക്തരല്ല. അവരെ പറയുന്ന പേരാണ് പ്രാകൃത ഭക്തി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വിഗ്രഹാദികളിൽ ഈശ്വരനെ കാണും, പക്ഷെ മറ്റു ജീവജാലങ്ങളെ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ മനസ്സ് കാട്ടാത്തവർ എല്ലാം പ്രാകൃത ഭക്തന്മാരാണ്. അവരൊന്നും ഉത്തമ ഭക്തന്മാരല്ല. സകല ചരാചരങ്ങളിലും ആരാണോ ഭഗവത് സാന്നിധ്യം കാണുന്നത് അവർ ഉത്തമ ഭക്തരാകുന്നു. അപ്പം നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഭഗവാൻ വരം നൽകുമെന്ന് സാരം. അതുകൊണ്ട് ഭഗവാന് നാമം വരതഃ. മറ്റൊരർത്ഥം പറഞ്ഞത് എന്താണ്? വരം ദക്ഷിണാം ദദാതി യജമാനരൂപേണ ഇതി വാ വരതഃ. വരം എന്ന ശബ്ദത്തിന് യജ്ഞങ്ങളിലോ യാഗങ്ങളിലോ എല്ലാം ദക്ഷിണ കൊടുക്കുന്നത് വരം എന്ന് പറയുന്നു. അപ്പൊ വരത്തിന്റെ പര്യായമാണ് ദക്ഷിണ. അപ്പൊ യാഗങ്ങളിൽ യജമാന രൂപത്തിൽ ഇരിക്കുന്ന ആൾ ആരായിരിക്കും? ഭഗവാനായിരിക്കും. ഓരോ യജ്ഞത്തിലും യാഗത്തിലും യജമാന്റെ ഭാവത്തിൽ ഇരിക്കുന്നവർ ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈശ്വരനാണെന്നുള്ള സങ്കല്പത്തോടുകൂടി നമ്മൾ ബഹുമാന്യതയോടുകൂടി അവരെ പൂജിക്കണം, അവർക്ക് ദക്ഷിണ കൊടുക്കണം, അഹങ്കാരമില്ലാതെ. ഇനി അവരെന്താണ് തിരിച്ചു ചെയ്യേണ്ടത്? അവര് ആ യജ്ഞഭാവത്തിൽ യജമാന സ്വരൂപത്തിൽ ഇരിക്കുമ്പോൾ ഇത് ഭഗവാന്റെ വെറും ഒരു ഉപകരണം മാത്രമാണ് ഞങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് യജ്ഞം ചെയ്യണം. അപ്പോൾ ദക്ഷിണയെ കൊടുക്കുന്നവൻ വരദൻ. ഇനി അടുത്തത് വായുവാഹന. ഇത് 331 നാമമാണ്. ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 856. ഇവിടെ അർത്ഥം പറയുന്നു, വായുവിനെ വഹിക്കുന്നവൻ, വായുവാഹനൻ, വായുവിനാൽ വഹിക്കപ്പെടുന്നവൻ. ഇങ്ങനെ രണ്ടർത്ഥം പറയുന്നു. അപ്പൊ ഇവിടെ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് വഹദഹ സപ്ത ആവഹാദിയാം വാഹയതീതി വായുവാഹന. 7 പ്രകാരത്തിലുള്ള വായുക്കളെ വഹിക്കുന്നവൻ വായുവാഹനൻ. അന്തരീക്ഷ വായുവിനെ 7ആയി തരംതിരിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള വായുവിനെ 10 പ്രാണങ്ങൾ ആയിട്ടാണ് പറയുന്നത്. 5 പ്രധാനമായിട്ടുള്ളതും 5 ഉപവായുക്കൾ. അപ്പൊ പ്രാണൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, അപാനൻ, ഇതാണ് 5 വായുക്കൾ. അതിൻ്റെ ഉപവായുക്കളാണ് ദേവദത്തൻ, ധനഞ്ജയൻ, കൃകാലൻ, നാഗൻ, കൂർമൻ. അതുപോലെ ഈ അന്തരീക്ഷത്തെയും 7ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതാണ് ആവഹം. ഇത് ഭൂമിക്കും മേഘങ്ങൾക്കും ഇടയിലുള്ള വായുമണ്ഡലമാണ്. അതിനെയാണ് ആവഹം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് മേഘത്തിനും സൂര്യനും ഇടയിലുള്ള മണ്ഡലം, അതാണ് പ്രവാഹം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിലായിട്ടുള്ള മണ്ഡലം, അതിന് ഉദ്വാഹ. അതിന് മറ്റൊരു പേരുകൂടുണ്ട്, അനുവാഹം എന്നും പേരുണ്ട്.
നാലാമത് പറയുന്നത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഇടയിലുള്ള വായുമണ്ഡലം, അതാണ് സംവാഹം. അഞ്ചാമത്തേത് പറയുന്നത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങൾക്കും ഇടയിലുള്ള വായു, അതിനെ വിവാഹം എന്ന് പറയും. ആറാമത്തേത് നക്ഷത്രങ്ങൾക്കും സപ്തർഷി മണ്ഡലങ്ങൾക്കും ഇടയിലുള്ള ഇതിനെ പരാവാഹം എന്ന് പറയും. ഏഴാമത്തത് സപ്തർഷി മണ്ഡലത്തിനും ധ്രുവനക്ഷത്രത്തിനും ഇടയിലുള്ള ആ വായുമണ്ഡലത്തിനെ പരീവാഹം എന്ന് പറയും. ഇങ്ങനെ 7 തലങ്ങളായി വായുമണ്ഡലത്തെ തിരിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആവഹാദി, ആവഹം മുതലായുള്ള 7 മണ്ഡലങ്ങൾ. അപ്പൊ ഈ 7 മണ്ഡലങ്ങളിലുള്ള വായുവിനെ ആരാണ് ചലിപ്പിക്കുന്നത്? ഭഗവാൻ. ഈ ജഗദീശ്വരനെ, ബ്രഹ്മതത്വത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് കാറ്റു വീശുന്നത്. അതുകൊണ്ട് ഭഗവാൻ വായുവാഹനൻ. മറ്റൊരർത്ഥം വായുവിനെ വഹിപ്പിക്കുന്നവൻ. ഇപ്പൊ പൂക്കളിലെ സുഗന്ധത്തെയൊക്കെ വഹിക്കുന്നവൻ ആരാണ്? വായുവാണ്, അല്ലെ? അപ്പൊ ഗന്ധത്തിന് വായുവാഹകൻ എന്ന് പേരുണ്ട്. അതുപോലെ അഗ്നിക്ക് വായുവാഹകൻ എന്ന് പേരുണ്ട്. അഗ്നിയെ വഹിക്കുന്നത് വായുവാണ്. അതുകൊണ്ട് ഭഗവാനെ വായുവാഹനൻ എന്ന് പറയുന്നു. അപ്പം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതും ഭഗവാന്റെ ആ പ്രാണൻ കൊണ്ടാണ്. അന്തരീക്ഷവായുവിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മുടെ പ്രാണവായുവായിട്ട് നമ്മൾ മാറുന്നത്. അപ്പൊ അത് ഈശ്വരന്റെ ശക്തിയാണ്. ഇനി അടുത്തത് വാസുദേവ. ഇത് 695-ലും 709-ലും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഈ നാമം. അപ്പൊ ഇവിടെ വാസുദേവ ശബ്ദത്തിന് 2 ധാതുക്കളിൽ നിന്നാണ് വാസുദേവ ശബ്ദം ഉണ്ടായിരിക്കുന്നത്. വസ, ദിവ എന്ന ധാതു. വസതി, വാസയതി, ആച്ഛാദി യതി വാ സർവം ഇതി വാസുഹു. രണ്ടാമത് ദിവ എന്നുള്ള ധാതുവിന്റെ അർത്ഥം പറയുന്നത് ദിവ്യതി, ക്രീഡതി, വിജിഗേഷതേ, വ്യവഹരതി, ദ്യോതതേ, സ്തൂയതേ, കാമ്യതേ, ഗച്ഛതി ഇതി വാ ദേവഃ. വാസുച്ച അസൗ ദേവച്ച ഇതി വാസുദേവ. അപ്പൊ വാസു ശബ്ദത്തിന് എന്തെല്ലാം അർത്ഥമാണ്? വസതി, വാസയതി, ആച്ഛാദയതി വാ സർവം ഇതി വാസു. വസതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വസിക്കുന്നു. വാസയതി എന്ന് പറഞ്ഞാലോ എല്ലാത്തിനെയും വസിപ്പിക്കുന്നു. ആച്ഛാദയതി, മറയ്ക്കുന്ന എല്ലാത്തിനെയും. അപ്പൊ ആ വാസുവിനോട് ദേവശബ്ദം കൂടി ചേരുമ്പോഴാണ് ഇവിടെ വാസുദേവൻ എന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പം ദേവശബ്ദത്തിന് അർത്ഥം പറഞ്ഞത് എന്താണ്? ദിവ്യതി എന്ന് വെച്ചാൽ കളിക്കുന്നു, ക്രീഡതി ലീല ചെയ്യുന്നു, വിജിഗേഷത ജയിക്കുന്നു, വ്യവഹരതി വ്യവഹാരം ചെയ്യുന്നു, ദ്യോത്യത പ്രകാശിക്കുന്നു, സ്തൂയത സ്തുതിക്കപ്പെടുന്നു, കാമ്യത എല്ലാവരാലും ആഗ്രഹിക്കപ്പെടുന്നു, ഗച്ഛതി യതി വാ ഗമിക്കുന്നു. അതുകൊണ്ട് ദേവഹ. അങ്ങനെ രണ്ടിനെയും ചേർത്തിട്ട് പറയുന്നതാണ് വാസുച്ച അസൗ ദേവച്ച. എല്ലാത്തിനെയും വസിപ്പിക്കുകയും എല്ലാത്തിനെയും മറയ്ക്കുന്നവനുമാണ് വാസുദേവൻ. അതേസമയം തന്നെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവനും ലീല ചെയ്യുന്നവനും സ്തുതി ചെയ്യുന്നവനും ആഗ്രഹിക്കപ്പെടുന്നവനും ഗമിക്കുന്നവനും. ഇപ്പൊ രണ്ടും കൂടി ചേർത്ത് വാസുദേവ എന്ന നാമം. ഈ പ്രപഞ്ചം ഏതൊരുവനിൽ വസിക്കുന്നുവോ അവനാണ് വാസു. ഈ പ്രപഞ്ചത്തിന്റെ ഉപദാന കാരണവും നിമിത്ത കാരണവും ഒരാൾ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വസുദേവൻ. ഇനി അടുത്തത് ബൃഹദ്ഭാനുഹു, ധാരാളം കിരണങ്ങളോടുകൂടിയവൻ. സൂര്യന് ഭാനു എന്ന് പര്യായമുണ്ട്. ഇവിടെ അർത്ഥം പറയുന്നത് ബൃഹന്തോ ഭാനുവോ യസ്യ ചന്ദ്രസൂര്യാദി ഗാമിനിഹ തൈർ വിശ്വം ഭാസി യതി യഹ സഹ ബൃഹദ്ഭാനുഹു ഉച്യതേ. അപ്പൊ അങ്ങനെയുള്ളവൻ ബൃഹദ്ഭാനുവാണ്. ആരാണ്? ബൃഹന്തോ ഭാനുവോ യസ്യ. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം. അപ്പം ബൃഹന്തോ ഭാനു എന്ന് വെച്ചാൽ ധാരാളം കിരണങ്ങൾ. യസ്യ ആർക്കുണ്ടോ, ഏതൊരുവനുണ്ടോ. അതെങ്ങനെയുള്ളതാണ്? ചന്ദ്രസൂര്യ അധിഗാമിനിഹ, സൂര്യനെയും ചന്ദ്രനെയും അധിഗമിക്കുന്നത് എന്ന് വെച്ചാൽ സൂര്യന്റെ
കിരണങ്ങളോ ചന്ദ്രന്റെ കിരണങ്ങളോ ഭഗവാന്റെ കിരണത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് സാരം. നമ്മൾ പറയാറില്ലേ സൂര്യന്റെ മുമ്പിൽ ഒരു മിന്നാമിനുങ്ങ് പോലെ ഉള്ളൂ എന്ന്. അപ്പൊ അതുപോലെയാണ് ഭഗവാന്റെ പ്രകാശത്തിന്റെ മുന്നിൽ സൂര്യനും ചന്ദ്രനും മറ്റ് നക്ഷത്രങ്ങളും മിന്നാമിനുങ്ങുകളും ഒക്കെ ഒന്നുമില്ല ഭഗവാന്റെ മുന്നിൽ എന്ന് സാരം. കാരണം ഇവർക്കെല്ലാം പ്രകാശം കൊടുക്കുന്നത് ആരാണ്? ഭഗവാനാണ്. തൈർവിശ്വം ഭാസി യതിഹാസഹ ബൃഹത് ഭാനു ഉച്ചിതേ. ഈ വിശ്വത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ആരാണോ അവൻ ബൃഹത് ഭാനു. ഇപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആ ജ്യോതിർഗോളങ്ങളും ഒന്നും സ്വയം പ്രകാശിക്കുന്നതല്ല, ഭഗവാന്റെ പ്രകാശത്തിൽ നിന്നും കടമെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്ന് സാരം. ഇനി അടുത്തത് ആദിദേവ. ഇത് 334 നാമമാണ്. ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, 490 വരുന്നുണ്ട്. ഇവിടെ അർത്ഥം പറയുന്നത് ആദിഹി കാരണം സഹജ അസൗ ദേവച്ച ഇതി ആദിദേവ. ഇവിടെ ആദി എന്ന വാക്കിന് കാരണം എന്നാണ് അർത്ഥം. ഭഗവാൻ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ കാരണമാണ്. അസൗ ദേവച്ച ഇതി ആദിദേവ. അപ്പം ദേവൻ എന്നാൽ പ്രകാശിക്കുന്നവൻ. ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചത്തിന് അസ്തിത്വം കൊടുക്കുന്നതും ചൈതന്യം കൊടുക്കുന്നതും സചേതനമാക്കുന്നതും പ്രകാശം കൊടുക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് സാരം. മറ്റൊരർത്ഥം പറയുന്നത് ഗാനാൻ ഗുണാവാൻ വാ ദ്യോജാനതി ഗുണവാൻ വാ ഇതി ആദിദേവ. ഗാനാൻ ഗുണവാൻ വാ ദ്യോജനാദി ഗുണവാൻ വാ ഇതി ആദിദേവ. ഗാനം മുതലായ ഗുണങ്ങളിലൂടെ ദേവന്മാരെക്കാൾ കൂടുതൽ നന്നായി ശ്രേഷ്ഠനായി പ്രകാശിക്കുന്നവൻ. ദ്യോതനം ചെയ്യാന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുക എന്നർത്ഥം. എല്ലാ ഗുണങ്ങളെ കൊണ്ടും ദേവന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാന് ആദിദേവ. അടുത്തത് പുരന്ദരഹ. ഇത് 335 നാമമാണ്. ഇന്ദ്രന്റെ പേരാണ് പുരന്ദരഹ എന്ന്. അപ്പൊ ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര് പുരന്ദരൻ എന്നാണ്. ഇവിടെ അർത്ഥം പറയുന്നത് പുരധാരണാ പുരന്ദരഹ. പുരങ്ങളെ ധാരണം ചെയ്യുന്നത് കൊണ്ട് പുരന്തഹ എന്ന്. അപ്പൊ ധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിളർക്കുക എന്നർത്ഥം. പുരങ്ങളെ നശിപ്പിക്കുന്നവൻ. അപ്പൊ ഇവിടെ പുരി ഏതാണ്? ത്രിപുരാന്തൻ. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ. ആ ശരീരത്തിലുള്ള അഭിമാനത്തെ നശിപ്പിക്കുന്നു. എങ്ങനെ നശിപ്പിക്കുന്നു? ഭഗവാൻ ജ്ഞാനം കൊണ്ട് നശിപ്പിക്കുന്നു. അപ്പൊ ഞാന് ശരീരമാണ്, അത് സ്ഥൂല ശരീരമാണ്, സൂക്ഷ്മ ശരീരമാണ്, കാരണ ശരീരമാണ് എന്നുള്ള അഭിമാനത്തെ നശിപ്പിച്ച് എനിക്ക് ജ്ഞാനം നൽകി ഞാനീ ദേഹമല്ല, ഞാൻ ആത്മസ്വരൂപമാണ് എന്നുള്ള അറിവ് നൽകി ആ പുരങ്ങളോടുള്ള അഭിമാനത്തെ നശിപ്പിക്കുന്നവനാണ് പുരന്ദരൻ. അപ്പൊ ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നവൻ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് നാമം പുരന്ദരൻ. അപ്പൊ നമ്മള് ഈ സ്ഥൂല ശരീരം എന്നാൽ നമ്മുടെ ശരീരം, സൂക്ഷ്മ ശരീരവും പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, കാരണശരീരം, ഈ അജ്ഞാനമാകുന്ന കാരണശരീരം, അങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ ത്രിപുരാന്തകൻ. അപ്പൊ ദേശത്തിനെയും പുരന്തരമായി പറയാറുണ്ട്. ഭൂർഭുവസ്സഹ എന്ന 3 ലോകങ്ങള്, ഊർധ്വലോകം, മധ്യലോകം, അധോലോകം, ഇങ്ങനെ 3 ലോകങ്ങളെയും നശിപ്പിക്കുന്നവൻ. അതുപോലെ അസുരന്മാരുടെ പുരങ്ങളെ നശിപ്പിക്കുന്നവനാണ്. ഇന്ദ്രരൂപത്തിൽ നിന്നുകൊണ്ട് ആ ഇന്ദ്രൻ അസുരന്മാരുടെ പുരങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് ഇന്ദ്രന് പുരന്ദരൻ എന്ന് പേര് വന്നു. അതുകൊണ്ട് ഭഗവാന് നാമം പുരന്ദരഹ.